കള്ളക്കളി നടക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് അബോഷനായില്ലെങ്കിൽ പിന്നെ ശാരദാമ്മയുടെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്ത ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലും. ഓ മരുന്ന് കിട്ടി ശാരദാമ്മ. എന്ത് കാണുന്ന കടി? ഇവിടെന്താ ബിരിയാണി കൊടുക്കുന്നുണ്ടാ? എന്തായാലും പോട്ടെ. എന്തായാലും ശ്യാമ ശരിക്കും പേടിപ്പിച്ചു കേട്ടോ. ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. ഭാഗ്യം. അവള് പണ്ടേ അങ്ങനെയാ വിഷ്ണുവേട്ട. ചെറിയ വേദന പോലും താങ്ങില്ല. അല്ല, താനെന്തോ നേരത്തെ ഒരു സന്തോഷ വാർത്ത പറയാണ്ടെന്ന് പറഞ്ഞു. എന്തേ? പറയടോ. അത് ഒന്നുമില്ല വിഷ്ണുവേട്ട. അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലട്ടെ. ശാരദാമ്മ, ഞാൻ മോനെ എന്തേ? മോനെ ഒന്നും പറയാനില്ല ഇവളോട്? എടോ, എല്ലാം ശരിയാവടോ. അമ്മയെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചിട്ട് ഞാൻ ഇയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം കേട്ടോ. കരയല്ലേ? എന്തേ? ഏയ് പോട്ടെ. വിഷ്ണുവേട്ട, ശ്യാമയ്ക്ക് വയ്യാത്തല്ലേ? അവള് കാറിൽ കാത്തിരിക്കുന്നുണ്ടാവും. വിഷ്ണുവേട്ട ചെല്ല് ചെല്ല്. പോട്ടെ, ഞാൻ പോയിട്ട് വരാം. മോള് ഒറ്റയ്ക്കായി പോയല്ലോടി നീ. ഹേയ്, അല്ലമ്മേ, എന്റെ കൂടെ വിഷ്ണുവേട്ടനില്ലേ എപ്പോഴും? ഒരു നിമിഷം ആ നെഞ്ചിലേക്കൊന്ന് മുഖം അണിച്ചു നിന്ന് ആ ശ്വാസം ഒന്നുള്ളിലേക്ക് എടുത്താൽ മതി. എനിക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ. വാ. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കുമേ? അമ്മേ, എന്തൊരു ഇരിപ്പാ അമ്മ ഇത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഡ്രസ്സ് പോലും മാറാതെ. ദേ, അതിനിടയിൽ ഞാൻ ഫ്രഷായി ചോറും കറിയും ഒക്കെ വച്ചു. ഇനിയെങ്കിലും അമ്മ എഴുന്നേറ്റ് പോയി കുളിച്ചു വന്നേ. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ദേ അമ്മ വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എഴുന്നേറ്റെ, വന്നേ വന്നേ. വാ, ഇങ്ങോട്ട് വാ അമ്മേ. എടി, നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നടി?
എന്താ അമ്മേ? നിലത്ത് വീണ ചില്ല് ഭരണി പോലെ മുന്നിൽ പൊട്ടി തകർന്നു കിടക്കുക നിന്റെ ജീവിതം. എന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു മോളെ നിന്നെ കൊണ്ട്? എടീ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിന്റെയും വിഷ്ണുവിന്റെയും ചോരയാ. അതെങ്ങനെയാടി വേറൊരാൾക്ക്? അമ്മേ, ശ്യാമയും എന്റെ ചോര തന്നെയല്ലേ? അവക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്നറിഞ്ഞ ഒരു പക്ഷെ രോഹിത്തിന്റെ മനസ്സിൽ പോലും ഒരു പോറില് വീഴും. പിന്നെ സത്യാമ്മയുടെ ജീവൻ. ശ്യാമയ്ക്ക് അബോഷനായിന്ന് സംശയം തോന്നിയപ്പോ തന്നെ അമ്മ കണ്ടതല്ലേ ആ പെടപ്പും വെപ്രാളവും ഒക്കെ. ഇത്രയും വലിയൊരു ഷോക്ക് താങ്ങാൻ സത്യാമ്മയെ കൊണ്ട് പറ്റൂ? ഇപ്പതേ എല്ലാവരും അടുക്കും ചിട്ടയിലും പൊയ്ക്കൊണ്ടിരിക്കുക. ആ താളമൊക്കെ തെറ്റണോ? എത്ര ജീവിതങ്ങളാ അമ്മ ചതറിപ്പോന്ന്. അപ്പൊ നിന്റെ ജീവിതവും മോളെ? അതൊക്കെ എപ്പോഴേ താളം തെറ്റി കിടക്കുക അമ്മേ. അത് എത്ര കൂട്ടിയാലും ശരിയാവാത്തൊരു കണക്ക്. അതും അല്ലെങ്കിൽ കുറെ അക്ഷരങ്ങൾ കൈമോശം വന്നൊരു പുസ്തകം. അതുപോലെയൊക്കെയാ എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് തോന്നുന്നത്. അതൊന്നും ഒരിക്കലും ശരിയാവില്ല. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായാലോ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ? അതും എന്റെ കൂടപ്പിറപ്പിന് വേണ്ടിയല്ലേ അമ്മേ? മോളെ, ഒരമ്മ എന്നുള്ള നിലയില് എങ്ങനെയാ ഞാൻ നിനക്ക് നന്ദി പറയാ? എന്താ അമ്മ ഇത്? ഒരു മകളുടെ ജീവിതം പച്ച പിടിക്കാൻ മറ്റൊരു മകളുടെ ജീവിതം തല്ലി തകർക്കണം. എന്തൊരു വിധിയാ എന്റെ ദേവി. അമ്മ, തല്ലി തകർക്കുകയാണെന്നൊന്നും കരുതണ്ട. അത് അത് അങ്ങനെയാ അതിന്റെ വിധിന്ന് കരുതിയാ മതി. ഇങ്ങനെ അതല്ലെങ്കിൽ രോഹിത് ശ്യാമയെ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അവര് തമ്മിൽ പിണങ്ങേണ്ടതായിരുന്നു. ഞാൻ ഗർഭിണിയാണെന്ന് വിഷ്ണുവേട്ടൻ കള്ളം പറയണ്ടായിരുന്നു. സീമന്ത ചടങ്ങിൽ വെച്ച് ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് സത്യാമ്മ തിരിച്ചറിയണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ജീവിതം ചിലപ്പോഴേ നമ്മളെ ചിലപ്പോ ഒരു പ്രത്യേക ഘട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു നിർത്തും അമ്മേ. പിന്നെ അതിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ജീവിതം തന്നെ നമ്മളെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യിച്ചോളും. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അങ്ങനെ വേറൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യങ്ങള്? ആലോചിച്ച് നോക്കിയാ ഉണ്ടെന്ന മറുപടിയെ കിട്ടും. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടേ ഇതില് അങ്ങനെ വലിയ ത്യാഗമൊന്നും ഇല്ല അമ്മേ. എന്നാലും മോളെ, അമ്മേ, ഈ വിഷയം നമുക്കിവിടെ നിർത്താം. ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഇവിടെ സംസാരിക്കില്ല. ശ്യാമ അടക്കമുള്ളവരുടെ മനസ്സില് മുറിവുകൾ മാത്രമേ അതുണ്ടാക്കൂ. എന്റെ വയറ്റിൽ വളരുന്നത് എന്റെ വിഷ്ണുവേട്ടന്റെ കുഞ്ഞല്ല. അങ്ങനെ ഒരു കുഞ്ഞ് തന്നെ ഉണ്ടായിട്ടില്ല. ജനിക്കാൻ പോകുന്നത് രോഹിത്തിന്റെയും ശ്യാമയുടെയും കുഞ്ഞ. എന്റെ പൊന്നു മോളെ,
ജന്മപുണ്യം കൊണ്ടാ മോളെ എനിക്ക് നിന്നെ കിട്ടിയത്. രോഹിത്തിന്റെയും ശ്യാമയുടെയും കുഞ്ഞ്. ഹലോ ഹലോ കുഞ്ഞേച്ചി. എന്താടി? കുഞ്ഞേച്ചി എന്നെ കൊണ്ട് വയ്യ കുഞ്ഞേച്ചി. എന്റെ മനസ്സിൽ ഇത് അടച്ചു കൂട്ടി വെച്ചോണ്ടിരിക്കാൻ വയ്യ. ഞാനിപ്പോ ശ്വാസം മുട്ടി ചത്തുവോ? നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എന്റെ റൂമിലാ. എടി, ഉള്ളിൽ ആർത്ത് കരഞ്ഞു. പക്ഷെ വെളിയിൽ ആരും കേൾക്കരുത്. എങ്ങനെയാ കുഞ്ഞേച്ചി? ഞാൻ എങ്ങനെയാ? എന്റെ കുഞ്ഞിന്റെ ജീവൻ പോയ ദിവസം ഒന്നും പൊട്ടിക്കരയാൻ പോലും പറ്റാതെ ഞാൻ എങ്ങനെയാ? എന്റെ എന്റെ ഹൃദയം പൊട്ടിപ്പോവും കുഞ്ഞേച്ചി. ആര് പറഞ്ഞു നിന്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന്? ആ കുഞ്ഞല്ലേ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞേച്ചി. നിന്റെ രക്തവും മാംസവുമായിട്ട് കണ്ട് ആ കുഞ്ഞിനെ വളർത്തൂന്നുള്ള വിശ്വാസത്തിലല്ലേടി ഞാൻ എന്റെ പ്രാണന്റെ പാതി പറിച്ച് നിന്റെ കയ്യിലോട്ട് തരുന്നേ. എടി, നിനക്ക് നിന്റെ രോഹിത്തിനെ വേണ്ടേ? നമ്മുടെ സത്യമ്മയുടെ ജീവൻ വേണ്ടേ? നമുക്കെല്ലാവർക്കും ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണ്ടേ? എന്റെ കുഞ്ഞേച്ചി, കുഞ്ഞേച്ചിയുടെ കാര്യം നോക്ക്, കുഞ്ഞേച്ചിക്കൊന്നുമില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കല്ലേ. നോക്ക്, ഇനി നീയായിട്ടിത് വെളിയിൽ പറഞ്ഞ നീ സ്വയം ഒറ്റ കൊടുക്കുന്നത് പോലെ ആവും. ഞാനും നമ്മുടെ അമ്മയും എല്ലാവരും കുറ്റക്കാരാവും. നമ്മുടെ സത്യമ്മ പിന്നെ ഇല്ല. നീ നോക്ക്, ഇതിനൊക്കെ കാരണക്കാരായ നമ്മളോട് വിഷ്ണുവേട്ടനും രോഹിത്തും ഒക്കെ ക്ഷമിച്ചാലും നമ്മളോട് ദൈവം ക്ഷമിക്കോ മോളെ? അതുകൊണ്ട് നീ പിടിച്ചു നിൽക്കണം. നീ ഒറ്റ ഒരാളില്ല ഒരുപാട് പേരുടെ ഭാവിയുള്ളത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്നോട് അങ്ങനൊന്നും പറയല്ലേ കുഞ്ഞേച്ചി. എടി, നീ എനിക്ക് വേണ്ടി, നിന്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ആരോ കഥകി തൊട്ടുന്നുണ്ട്. നീ പോയി തുറക്ക. കഥ കടച്ചിരുന്ന എന്തെങ്കിലും സംശയം തോന്നും. എടി, പിടി കൊടുത്തേക്കല്ലേ നീ? ഇല്ല. ശരി, നീ കുഞ്ഞേച്ചി പിടിച്ച് സത്യം ചെയ്യ്. കുഞ്ഞേച്ചിയാണോ സത്യം? കുഞ്ഞേച്ചി, ഞാൻ ചെന്ന് വാതിൽ ഓർക്കട്ടെ. ദേവി, അവൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കണേ. ഇങ്ങനെ
വാതിൽ തുറക്കാൻ വൈകിയത്? ഞാൻ കുഞ്ഞേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ഇയാൾ കരഞ്ഞോ? ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സങ്കടം വന്നു. പിന്നെ ഇന്ന് എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചത്. ടെൻഷൻ നിങ്ങൾ മാത്രമാണ് അനുഭവിച്ചത്. ബാക്കിയുള്ളവരുന്ന തീക്കും ഒരു കണക്കില്ല. കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്നൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അമ്മയില്ലാതെയെങ്കിലും അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്നെ ജീവനായി കരുതി എന്നെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണിനെ കിട്ടി എനിക്ക്. പിന്നെയുള്ളത് ഒരു കുഞ്ഞാ, എന്റെ സ്വന്തം ചോരയിലൊരു കുഞ്ഞ്. അമ്മയും ഞാനും കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അമ്മ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കും. എത്രയും പെട്ടെന്ന് എനിക്കൊരു പേരക്കുട്ടിയെ വേണമെന്ന് അമ്മ പറയുമ്പോ ഞാൻ കളിയാക്കി ചോദിക്കും, എന്തിനാ അമ്മയെ ഭൂമിയിൽ ജനപ്പെരുപ്പം ഉണ്ടാക്കുന്നത്? അനാഥാലയത്തിൽ നിന്നോ മറ്റോ ഒരു കുഞ്ഞിനെ ദത്തെടുത്താ പോരെയെന്ന്. അതെങ്ങനെയാടാ നമ്മുടെ കുഞ്ഞാകുന്നേ? നമ്മുടെ പരമ്പര തന്നെ കുറ്റിയേറ്റ് പോവെന്ന് അമ്മ തർക്കിക്കും. ഞാൻ അമ്മയോട് വീണ്ടും തർക്കിക്കും. പക്ഷെ ഇപ്പോ ഞാൻ അതിന്റെ വില അറിയുന്നുണ്ട്. സ്വന്തം ചോരയിലുള്ള ഒരു കുഞ്ഞ്, അതിന്റെ ലഹരി ഒന്ന് വേറെ തന്നെയാ. വയസ്സുകാലത്ത് നമ്മളെ കൈപിടിച്ച് നടത്തേണ്ടതും നമ്മുടെ ചെതിയിലെ കൊള്ളി വെക്കേണ്ടതും അവനല്ലേ? രക്തബന്ധമുള്ളവർ ചെയ്താലേ ആത്മാവിന് മോക്ഷം കിട്ടുള്ളൂ അത്രേ. അത് ചെയ്യേണ്ടവർ കൈവിട്ടു പോകുന്നായിരുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ടെൻഷൻ. പിന്നെ സ്വയം സമാധാനിച്ചു. അമ്മയുടെയും അച്ഛൻ്റെയും 2 ആത്മാക്കളും ഈ കുഞ്ഞിന് കാവലായിട്ട് ആകാശത്തുണ്ട്. അവരുള്ളപ്പോ അവനൊന്നും സംഭവിക്കില്ല. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഏയ്, എന്താടോ ഇത്? എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ചേട്ടാ, കഴിഞ്ഞതൊക്കെ ഓർത്ത് താനിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കില്ലേ? താനിവിടെ ഇരുന്നേ. വാ, ഇരിക്കേ. ഒരു കുഞ്ഞു വയറ്റുള്ളപ്പോ സങ്കടപ്പെടാൻ പാടില്ലെന്നാ മുതിർന്നവരും ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്. മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. പിരിമുറുക്കങ്ങളും ടെൻഷനും ആദിയും ഒക്കെ ഒഴിവാക്കണം. അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മാനസിക നില തന്നെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ. പോസിറ്റീവായ ആൾക്കാരുമായി മാത്രം ഇടപഴകണം. നല്ല കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക. നല്ല ജീവിതദർശനമുള്ള പുസ്തകങ്ങൾ വായിക്കുക. മനസ്സിന് ഇമ്പമുള്ള സംഗീതം കേൾക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്നാ പറയുന്നത്. തനിക്കറിയോ, ഇയാളുടെ ചിന്തകളാ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത്. പിന്നെ ഇനി മുതൽ നല്ല ഭക്ഷണം കഴിക്കണം ഇയാള്. 2 ആൾക്കുള്ള ഭക്ഷണം എന്നൊക്കെ അമ്മമാര് പറയാറില്ലേ? അത് നേരാ. ഇയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാ നമ്മുടെ മോൻ അവന്റെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ശേഖരിക്കുന്നത്. അതായത് ശരീരപോഷണത്തിനുള്ള പ്രോട്ടീൻ, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം, അങ്ങനെ ഓരോന്നും. എടോ, ഇയാൾ കുറച്ച് നീങ്ങിയിരുന്നേ. എന്തിനാ? അങ്ങോട്ട് നീങ്ങിയിരിക്കടോ. ഒന്നോർത്ത എന്ത് അത്ഭുതങ്ങളല്ലേ നമ്മൾ രണ്ടുപേരുടെ പ്രണയം. ഒരു കുഞ്ഞ് ആത്മാവായി ദേ ഇതിനുള്ളിൽ തുടിക്കുന്നു. ശ്യാമയ്ക്കിനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല.
സ്ത്രീകളുടെ ഉള്ളിലുള്ള ഈ ഗർഭപാത്രം എന്ന സംഗതി ഒരതിശയം തന്നെയാ. അതിന്റെ ഉള്ളിലാ ജീവന്റെ ഉറവ് പൊട്ടുന്നത്. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിനെ ആശ്രയിച്ച. 10 മാസം ഒരു കുഞ്ഞിനെ പേറി പൂർണ്ണ ആരോഗ്യവാനായി പ്രസവിക്കാനുള്ള ശേഷി ശ്യാമയ്ക്കില്ല.